എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ നാളുകളായിട്ട് അങ്ങനെ വീഡിയോയൊക്കെ ഇടാറില്ലായിരുന്നു. മൈഗ്രെയിൻ്റെയൊക്കെ ഒരു പ്രശ്നത്തിലൊക്കെ ആയിരുന്നത് കൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് താമസിക്കുന്നത്. അപ്പം പിന്നെ ഇന്ന് ഞാൻ ഒരു അടുക്കളത്തോട്ടം, ചെറിയൊരു അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോ നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ടെറസിൻ്റെ മേലെയാണ്. തക്കാളിയുണ്ട്, പിന്നെ വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, ചീരയുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വീട്ടിലോട്ട് ആവശ്യത്തിന് ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി, ഒരു തോരൻ, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് എടുക്കുന്ന അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടാനായിട്ട് ഇങ്ങനെയുള്ള ഒരു കൃഷി നല്ല എല്ലാവരും ഇത് വീടുകളിലൊക്കെ ഇപ്പം എല്ലാ വീടുകളിലും തന്നെ ഉണ്ടോയെന്ന് തോന്നുന്നു. മിക്കവരും ഇത് ചെയ്യാറുണ്ട്. അപ്പം ഇതിപ്പം എൻ്റെ ഒരു ചെറിയ ഒരു ഇതാണ് കേട്ടോ. എന്നാലും ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ തക്കാളി ആണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ എത്ര പ്രാവശ്യം തക്കാളി പറിച്ച് ഞങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കി എപ്പോഴും തന്നെ തക്കാളി കിട്ടാറുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ഉണ്ട്. പിന്നെ ചീര ആണെങ്കിൽ നല്ല ചുമല ചീര, അത് നല്ല ടേസ്റ്റിയാണ്. അതൊക്കെ തോരൻ വെച്ച് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇത് നമ്മൾ അത് തോരൻ വയ്ക്കുമ്പോൾ തന്നെ എന്തൊരു ടേസ്റ്റാണ്. മെഴുക്ക് പുരട്ടിക്കൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളിലും അതിനേലും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പം പിന്നെയുള്ളത് അതൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടില്ല. പയറുണ്ട്, വള്ളിപ്പയറും ഇങ്ങനെ പടർന്നു കയറുന്ന പയറുണ്ട്, പിന്നെ കുറ്റിപ്പയറുണ്ട്, പിന്നെ പടവലങ്ങ ഇപ്പം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പിന്നെ കാബേജ് വെച്ചിട്ടുണ്ട്. പക്ഷേ കാബേജിൻ്റെ ഇതുവരെ ആയിട്ടില്ല. എന്നാലും നമുക്ക് വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ കിട്ടും. നമുക്ക് അത്യാവശ്യത്തിന് ഒക്കെ ഉള്ളത്. ഇപ്പം അത് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് നമ്മളത് ഉണ്ടാക്കുമ്പോഴേ. അപ്പം അത് എല്ലാവരും ഒന്ന് പിന്നെ വേറെ ഇത് ചെറിയ ഇങ്ങനെ അപ്പം ഈ അച്ചിങ്ങാപ്പയർ തന്നെ 2 സൈസ് ഉണ്ട്. നീട്ടമുള്ളത് കൊണ്ടല്ലോ. പിന്നെ ഈ പടർന്ന് കയറാത്ത കുറ്റിപ്പയർ അതും ഉണ്ട്. പിന്നെ പച്ചമുളകൊക്കെ ഉണ്ട്. പിന്നെ എന്തുവാ, പിന്നെ നമുക്ക് കപ്പളങ്ങ എല്ലാ വീടുകളിലും ഉള്ളതാണ്. അതും നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് കിട്ടും. അങ്ങനെ ഇങ്ങനെ ആയിട്ട് നമ്മൾ വീട്ടിൽ ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം അതെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് ഓർത്താണ്. എല്ലാവരുടെയും വീടുകളിൽ കാണും ഇത്. അപ്പം ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ നാളുകളായിട്ട് അങ്ങനെ വീഡിയോയൊക്കെ ഇടാറില്ലായിരുന്നു. മൈഗ്രെയിൻ്റെയൊക്കെ ഒരു പ്രശ്നത്തിലൊക്കെ ആയിരുന്നത് കൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് താമസിക്കുന്നത്. അപ്പം പിന്നെ ഇന്ന് ഞാൻ ഒരു അടുക്കളത്തോട്ടം, ചെറിയൊരു അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോ നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ടെറസിൻ്റെ മേലെയാണ്. തക്കാളിയുണ്ട്, പിന്നെ വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, ചീരയുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വീട്ടിലോട്ട് ആവശ്യത്തിന് ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി, ഒരു തോരൻ, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് എടുക്കുന്ന അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടാനായിട്ട് ഇങ്ങനെയുള്ള ഒരു കൃഷി നല്ല എല്ലാവരും ഇത് വീടുകളിലൊക്കെ ഇപ്പം എല്ലാ വീടുകളിലും തന്നെ ഉണ്ടോയെന്ന് തോന്നുന്നു. മിക്കവരും ഇത് ചെയ്യാറുണ്ട്. അപ്പം ഇതിപ്പം എൻ്റെ ഒരു ചെറിയ ഒരു ഇതാണ് കേട്ടോ. എന്നാലും ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ തക്കാളി ആണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ എത്ര പ്രാവശ്യം തക്കാളി പറിച്ച് ഞങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കി എപ്പോഴും തന്നെ